ഹായ്, വെൽക്കം ടു എജുബി. എജുബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് കഴിഞ്ഞ ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹു സെറ്റപ്പ് ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂൾ ഇൻ ലാഹോർ? ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ലാലാ ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, സ്വാമി ദയാനന്ദ സരസ്വതി, രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ ഇതിന് ശരിയുത്തരം വരുന്നത് ലാലാ ലജ്പത് റായ്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂൾ ഓർ DAV സ്കൂൾ. അപ്പോൾ ഇത് ഫൗണ്ട് ചെയ്ത വ്യക്തിയുടെ പേര് ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ലാലാ ലജ്പത് റായ്. അപ്പോൾ അത് മാത്രമല്ല, ആര്യ സമാജ് മൂവ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ഒരു DAV സ്കൂൾ ഓർ ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂൾ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആര്യ സമാജ് മൂവ്മെൻറ്റ്. അതുപോലെ ഫൗണ്ടർ ഓഫ് ആര്യ സമാജ് മൂവ്മെൻറ്റ് ആരാണെന്ന് പഠിക്കാം. അത് സ്വാമി ദയാനന്ദ സരസ്വതി. ഫൗണ്ടർ ഓഫ് ആര്യ സമാജ് മൂവ്മെൻറ്റ് സ്വാമി ദയാനന്ദ് സരസ്വതി. അതുപോലെ ആര്യ സമാജ് ഫൗണ്ട് ചെയ്ത വർഷം ജസ്റ്റ് നമുക്ക് നോട്ട് ചെയ്യാം, 1875. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് എവിടെ വെച്ചാണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഇറ്റ്സ് ഇൻ ബോംബെ. ആര്യ സമാജ് ഫൗണ്ടഡ് ഇൻ 1875 ഇൻ ബോംബെ. ദയാനന്ദ സരസ്വതിയുടെ ഒറിജിനൽ നെയിം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ദയാനന്ദ സരസ്വതി ഈസ് ഓൾസോ നോൺ എസ് മൂൽ ശങ്കർ. ഈ മൂൽ ശങ്കർ എന്ന് പറയുന്നതാണ് ദയാനന്ദ സരസ്വതിയുടെ ഒറിജിനൽ നെയിം. അപ്പോൾ നമുക്കറിയാം ദയാനന്ദ സരസ്വതിയാണ് ഫൗണ്ടർ ഓഫ് ആര്യ സമാജ്. ആ വർഷം ഒന്ന് നോട്ട് ചെയ്യുക, 1875. അപ്പോൾ അതുപോലെ തന്നെ ബാലഗംഗാധർ തിലകിനെ കുറിച്ച് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ബാലഗംഗാധർ തിലകിൻ്റെ നിക് നെയിം ഒന്ന് പഠിച്ചു വയ്ക്കുക, ഇറ്റ്സ് ലോകമാന്യ ഓർ ലോകമാന്യ തിലക്. അദ്ദേഹത്തിൻ്റെ ബുക്ക് നമുക്കൊന്ന് ഇവിടെ പഠിക്കാം, ആർട്ടിക് ഹോം ഇൻ ദ വേദാസ്. ആർട്ടിക് ഹോം ഇൻ ദ വേദാസ് ഇസ് ദ ബുക്ക് റിട്ടൺ ബൈ ബാലഗംഗാധർ തിലക് ഓർ ലോകമാന്യ തിലക്. ഇമ്പോർട്ടൻ്റ് ആണ്, ലോകമാന്യ തിലക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് വാസ് നോട്ട് ആഡഡ് ഇൻ പ്രിയാമ്പിൾ ടു 42nd അമെൻഡ്മെന്റ്? അപ്പോൾ നമുക്ക് ആ വാക്ക് ഏതെന്ന് നമുക്കൊന്ന് നോക്കാം. സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. അപ്പോൾ 42ാമത്തെ അമെൻഡ്മെന്റ് പ്രകാരം നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്യാത്ത വാക്ക് ഏതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ, സോവറൈൻ. ബാക്കിയുള്ള സോഷ്യലിസ്റ്റ് ആയാലും സെക്യുലർ ആയാലും ഇൻറ്റഗ്രിറ്റി ആയാലും നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് പ്രിയാമ്പിൾ? പ്രിയാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും സമ്മറി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സമ്മറിയാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ന് പറയുക, സമ്മറി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പ്രിയാമ്പിളിനെ ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയുടെ പേരും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, N.A. പൽക്കിവാല. N.A. പൽക്കിവാല ഡിഫൈൻസ് അവർ പ്രിയാമ്പിൾ ആസ് ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ്, KM മുൻഷി നമ്മുടെ പ്രിയാമ്പിളിനെ പറ്റി പറഞ്ഞത് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് ഇന്ത്യ എന്ന. വാട്ട് ഇസ് മീൻ ബൈ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ്? പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്നാണ് ഈ KM മുൻഷി നമ്മുടെ പ്രിയാമ്പിളിനെ വിശേഷിപ്പിച്ചത്. പ്രിയാമ്പിൾ ഓർ ആമുഖം. ഓക്കെ, അത് മാത്രമല്ല, നമ്മൾ ഈ പ്രിയാമ്പിൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് USA നിന്നാണ്. USA, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസെപ്റ്റ് ഓഫ് പ്രിയാമ്പിൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് USA നിന്നാണ്. പിന്നെ അത് മാത്രമല്ല, ഈ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, ദിസ് ഈസ് ടേക്കൺ ഫ്രം USSR. അതുപോലെ തന്നെ ഈ ലിബർട്ടി, ഇക്വാലിറ്റി, ഫാറ്റർണിറ്റി ഈസ് ടേക്കൺ ഫ്രം ഫ്രാൻസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഡാൻസ് ഫോം ഈസ് ട്രഡീഷണലി അസോസിയേറ്റഡ് വിത്ത് ദ കൾച്ചർ ഓഫ് പഞ്ചാബ്? ഈ ഡാൻസ് ഫോംസിൽ പഞ്ചാബിലെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡാൻസ് ഏതൊക്കെയാണെന്നാണ് അവിടെ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം. കുച്ചിപ്പുടി, യക്ഷഗാന, ബംഗ്ര, മോഹിനിയാട്ടം. അപ്പോൾ ഇതിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി, ബംഗ്ര. അപ്പോൾ നമുക്ക് യക്ഷഗാന എന്താണെന്ന് പറഞ്ഞ് ജസ്റ്റ് ചെക്ക് ചെയ്യാം. യക്ഷഗാന എന്ന് പറയുമ്പോഴത്തേക്കും ഫോക്ക് തിയേറ്റർ ഓഫ് കർണാടക.
ഇത് ഫോക്ക് തിയേറ്റർ ഓഫ് കർണാടക മീൻസ് കർണാടകയിലെ ഒരു സ്റ്റേജ് ഡ്രാമ, അതായത് ഒരു നാടകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ യക്ഷഗാന വരുന്നത് കർണാടകയിലാണ്. അതുപോലെ മോഹിനിയാട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് ക്ലാസിക്കൽ ഡാൻസ് ഓഫ് കേരള. കേരളത്തിലുള്ള ഡാൻസാണ് മോഹിനിയാട്ടം. അതുപോലെ തന്നെ കുച്ചിപ്പുടി വരുന്നത് ആന്ധ്രാപ്രദേശ്, ക്ലാസിക്കൽ ഡാൻസ് ഓഫ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ നമുക്ക് പഞ്ചാബിലെ കുറച്ച് ഡാൻസ് ഫോംസ് ജസ്റ്റ് ഒന്ന് ഇവിടെ ചെക്ക് ചെയ്യാം. ഫോക്ക് ഡാൻസസ് ഓഫ് പഞ്ചാബ്: ബംഗ്ര, ഗിദ, ജുമാർ, ലുഡി, സമ്മി, ദോൾ, ജാഗോ, കിക്ലി, ഗട്ക. ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്ക് ഡാൻസസ് ഓഫ് പഞ്ചാബ്: ബംഗ്ര, ഗിദ, ജുമാർ, ലുഡി, സമ്മി, ദോൾ, ജാഗോ, കിക്ലി, ഗട്ക. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ ഹിൽ സ്റ്റേഷൻ ലൊക്കേറ്റഡ് ഓൺ ദ നീലഗിരി ഹിൽസ്. ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം: ഷിംല, ഊട്ടി, ഡാർജിലിംഗ് ആൻഡ് ലാസ്റ്റ് വൺ മണാലി. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നവയിൽ നീലഗിരി ഹിൽസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഹിൽ സ്റ്റേഷൻ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി, ഊട്ടി. ഓക്കെ, ഹയസ്റ്റ് പീക്സ് ഓഫ് സൗത്ത് ഇന്ത്യ, അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആനമുടിയാണ്. ആനമുടി സിറ്റുവേറ്റ് ചെയ്യുന്നത് ആനമലൈ ഹിൽസിലാണ്. അതും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഹയസ്റ്റ് പീക്ക് ആനമുടിയാണ്. സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക് ആനമുടിയാണ്. ആനമുടിയുടെ ലൊക്കേഷൻ ഒന്ന് എല്ലാവരും നോട്ട് ചെയ്യുക. ഇറ്റ്സ് ഇൻ ആനമലൈ ഹിൽസ്, കേരള. പിന്നെ അതിൻ്റെ ഹൈറ്റും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. 2695 മീറ്റർ. 2695 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അത് മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ മാത്രമല്ല, വെസ്റ്റേൺ ഗാട്സിലെയും ഹയസ്റ്റ് പീക്ക് നമ്മുടെ ആനമുടി തന്നെയാണ്. വെസ്റ്റേൺ ഗാട്സിലെയും ഹയസ്റ്റ് പീക്ക് ആനമുടി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഏതാണെന്ന് നോക്കാം. സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ദോഡബേട്ട. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കാം. ഇറ്റ്സ് ഇൻ നീലഗിരി ഹിൽസ്, തമിഴ്നാടു. ദോഡബേട്ട, നീലഗിരി ഹിൽസ്, തമിഴ്നാടു. അപ്പോൾ അതിൻ്റെ ഹൈറ്റും കൂടെ ജസ്റ്റ് നോക്കാം. 2637 മീറ്റർ. 2637 മീറ്റർ. 2637 മീറ്റർ. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഓഫ് സൗത്ത് ഇന്ത്യ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ഹയസ്റ്റ് പീക്ക് ഓഫ് സൗത്ത് ഇന്ത്യ ഇറ്റ്സ് ആനമുടി. ഇറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ ദോഡബേട്ട ലൊക്കേറ്റ് ചെയ്യുന്നത് നീലഗിരി ഹിൽസിലാണ്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ ബേസിസ് ഫോർ ദ അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ടു സ്റ്റേറ്റ് ഇൻ ദ ലോകസഭ? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ജോഗ്രഫിക്കൽ ഏരിയ, പോപ്പുലേഷൻ, എക്കണോമിക് കോൺട്രിബ്യൂഷൻ, ലിറ്ററസി റേറ്റ്. അപ്പം വാട്ട് ഈസ് ദ ബേസിസ് ഫോർ ദ അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ടു സ്റ്റേറ്റ്സ് ഇൻ ദ ലോകസഭ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്റ്റേറ്റ്സിനും ലോകസഭയിലോട്ടുള്ള സീറ്റ്സ് കൊടുക്കുന്നത്? അതാണ് അവിടെ മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ലോകസഭ സീറ്റ് സ്റ്റേറ്റ്സിന് കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പോപ്പുലേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. ലോകസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇറ്റ്സ് ആർട്ടിക്കിൾ 81. ആർട്ടിക്കിൾ 81 ലോകസഭയെ കുറിച്ച് പറയുന്നത്. അതുപോലെ ലോകസഭയുടെ മാക്സിമം സ്ട്രെങ്ത് എത്രയാണെന്ന് നോക്കി വയ്ക്കുക. 550. 530 ഫ്രം സ്റ്റേറ്റ്സ്, 20 ഫ്രം യൂണിയൻ ടെറിട്ടറീസ്. ഇമ്പോർട്ടൻ്റ് ആണ്. 530 ഫ്രം സ്റ്റേറ്റ്സ്, ബാക്കി 20 യൂണിയൻ ടെറിട്ടറീസ് എന്നാണ്. പിന്നെ അത് മാത്രമല്ല, ആ എലക്ഷൻ്റെ മോഡൊന്ന് പഠിച്ചു വയ്ക്കുക. ഡയറക്റ്റ് എലക്ഷൻ ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. എന്താ ഈ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് എവറി സിറ്റിസൺ, അതായത് 18 വയസ്സിന് മുകളിലായിട്ടുള്ള എല്ലാ സിറ്റിസനും വോട്ട് ചെയ്യാം. അതാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. അത് മാത്രമല്ല, ഇവിടെ ഡയറക്റ്റ് ഇലക്ഷൻ കൂടിയാണ്. ഡയറക്റ്റ് ഇലക്ഷൻ ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. ഓക്കെ, ഇവിടെ യൂസ് ചെയ്യുന്ന വോട്ടിംഗ് സിസ്റ്റം ഒന്ന് പഠിച്ചു വെച്ചോ. FPTP സിസ്റ്റം ഓർ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് പാസ്റ്റ്
പോസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ FPTP സിസ്റ്റം ബോറോഡ് ഫ്രം യു കെയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലോകസഭ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ രാജ്യസഭയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. രാജ്യസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 80. അതുപോലെ തന്നെ രാജ്യസഭയിലെ മാക്സിമം സ്ട്രെങ്ത് 250. അതിൽ 238 എലക്റ്റഡ് പീപ്പിൾ, അതിൽ എലക്റ്റഡ് ബൈ MLAs ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ലെജിസ്ലേച്ചർ. നമുക്കവിടെ എലക്ഷൻ ഇല്ല. പിന്നെ 12 പീപ്പിൾ നോമിനേറ്റഡ് പീപ്പിളാണ്. അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. അത് ആർട്സിലും സയൻസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് മെയിൻലി ഈ 12 പീപ്പിളായിട്ട് വരുന്നത്. അവരെ മെയിൻലി അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഓക്കെ, രാജ്യസഭയിലെ ഇലക്ഷൻ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരിക്കും. ഇറ്റ്സ് ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, PR, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. പിന്നെ ആ സിസ്റ്റം ഏതാണെന്ന് നോക്കുക. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. ഓക്കെ, നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് വാസ് സാൻസ്ക്രിറ്റ് ഡിക്ലെയർഡ് എ ക്ലാസിക്കൽ ലാംഗ്വേജ് ഇൻ ഇന്ത്യ? ഏത് വർഷമാണ് സാൻസ്ക്രിറ്റിന് ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി കൊടുത്തിട്ടുള്ളത്? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. 2003, 2004, 2005, 2006. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് 2005. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കുറച്ച് ലാംഗ്വേജസും അതിന് എപ്പോഴാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി കിട്ടിയത് അത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യം ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി കിട്ടിയത് തമിഴിനാണ്. 2004 ആണ്. ആ വർഷവും ലാംഗ്വേജും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കണം. തമിഴ് ഇൻ 2004, ദെൻ സാൻസ്ക്രിറ്റ് ഇൻ 2005, തെലുഗു 2008, കന്നഡ 2008 തന്നെയാണ്. നമ്മുടെ മലയാളത്തിന് കിട്ടിയത് 2030. പിന്നെ ഒഡിയ 2040. പിന്നെ മറാത്തി, പാലി, പ്രാകൃത്, ആസാം, ബംഗാളി ഈ 5 ലാംഗ്വേജിനും 2024 ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി കിട്ടിയത്. ഒന്നും കൂടെ പറയാം. തമിഴിന് 2004, സാൻസ്ക്രിറ്റ് 2005, ദെൻ തെലുഗു 2008, കന്നഡ 2008, മലയാളം 2013, ഒഡിയ 2014, പിന്നെ മറാത്തി, പാലി, പ്രാകൃത്, ആസാമീസ്, ബംഗാളി ഇതിന് കിട്ടിയത് 2024 ആണ് ക്ലാസിക്കൽ പദവി കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ബുറാ കഥ ഇൻ ആന്ധ്രാപ്രദേശ്? ബുറാ കഥ ഇൻ ആന്ധ്രാപ്രദേശ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. ദോലക്, തമ്പുര, ന്യൂട്ട്, റുബാബ്. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ബുറാക്കാത്ത എന്ന് പറയുന്ന ഒരു പെർഫോമൻസിന് വേണ്ടി മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് തമ്പുര. തമ്പുര. അപ്പോൾ നമുക്ക് ആന്ധ്രാപ്രദേശിലെ കുറച്ച് ഫോക്ക് ഡാൻസസും ആർട്സും ഏതൊക്കെയാണെന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദിംസ, വീരനാട്യം, ലംബാഡി ഡാൻസ്, ബൊണാലു, ബുട്ട ബൊമ്മാലു, കൽപ്പം, കൊട്ടം. ദിംസ, വീരനാട്യം, ലംബാഡി ഡാൻസ്, ബൊണാലു, ബുട്ട ബൊമ്മാലു, കൽപ്പം ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കൊട്ടം. നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where is the BIMSTEC Secretariat located? BIMSTEC Secretariat located. Options: New Delhi, India; Dhaka, Bangladesh; Bangkok, Thailand; Colombo, Sri Lanka. അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് ധാക്ക, ബംഗ്ലാദേശ്. അപ്പോൾ എന്താണ് ബിംസ്റ്റെക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ബിംസ്റ്റെക് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഇൻ 1997. അപ്പോൾ നമുക്കതിൻ്റെ മെമ്പർ കൺട്രീസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 7 മെമ്പർ കൺട്രീസ് ഉണ്ട്. ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമർ, ശ്രീലങ്ക, തായ്ലാൻഡ്, നേപ്പാൾ, ഭൂട്ടാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. 7 മെമ്പർ കൺട്രീസ് ബിംസ്റ്റെക്കിലുണ്ട്.
ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമർ, ശ്രീലങ്ക, then Thailand, Nepal, and last one Bhutan. Okay, 9th question. What is the major reason for the shrinking of the Himalayan glaciers? Earthquakes, acid rain, global warming, human settlement. അപ്പോൾ നമുക്കെല്ലാം അറിയാം, ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ സി, ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ എന്താ ഗ്ലോബൽ വാർമിംഗ്? ഗ്ലോബൽ വാർമിംഗ് കൂടാനുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുന്നതുകൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ് ആവാനുള്ള മെയിൻ കാരണം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് മേജർ ഗ്ലോബൽ ഹൗസസ് ഗ്യാസസിനെ പരിചയപ്പെടാം. CO2, CH4, N2O, CFCS, O3, ദെൻ വാട്ടർ വേപ്പർ. അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഓസോൺ, ദെൻ വാട്ടർ വേപ്പർ. Then last question, which part of the human brain regulates the circadian rhythm? Options നോക്കാം. cerebellum, hypothalamus, medulla oblongata, last one thalamus. Which part of the human brain regulates the circadian rhythm? അപ്പോൾ ഇതിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ഹൈപ്പോതലാമസ്. അപ്പോൾ നമ്മൾ സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷൻ ജസ്റ്റ് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യാം. ഇറ്റ്സ് കൺട്രോൾ ബോഡി പോസ്ചർ, ബാലൻസ് ആൻഡ് കോർഡിനേഷൻ. സെറിബെല്ലം കൺട്രോൾസ് ബോഡി പോസ്ചർ, ബാലൻസ് ആൻഡ് കോർഡിനേഷൻ. അതുപോലെ മെഡില ഓംബ്ലാങ്കറ്റയുടെ ഫംഗ്ഷനും കൂടെ നമുക്ക് ഇവിടെ ജസ്റ്റ് നോക്കാം. ഇറ്റ് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ലൈക്സ് ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ. മെഡില ഓംബ്ലാങ്കറ്റ കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് സെറിബ്രം. സെറിബ്രം ഈസ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ലാർജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ സെറിബ്രം. ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ മെമ്മറി, ഇൻ്റലിജൻസ്, തിങ്കിങ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ റെസ്പോൺസിബിൾ ഫോർ മെമ്മറി, ഇൻ്റലിജൻസ് ആൻഡ് തിങ്കിങ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.